Hello all. In today's class, we'll be dealing with the topic distribution of public keys under the subject EC468 Secure Communication. This topic comes under Module 5 of Secure Communication. Moving on to the topic distribution of public keys. Module 5 mainly deals with public key crypto systems. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ നമുക്കറിയാവുന്നതാണ് രണ്ട് തരത്തിലുള്ള കീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വൺ ടൈപ്പ് ഓഫ് കീ ഈസ് പബ്ലിക് കീ ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് കീ ഈസ് പ്രൈവറ്റ് കീ. പബ്ലിക് കീ നമ്മളെപ്പോഴും പബ്ലിക് ആക്കി വെക്കേണ്ട ഒരു കീ ആണ്. അതായത് ഇറ്റ് ഷുഡ് ബി പബ്ലിഷ്ഡ് ടു അതർ യൂസേഴ്സ്. അപ്പോൾ 4 തരത്തിലാണ് നമുക്ക് പബ്ലിക് കീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഇസ് പബ്ലിക് അനൗൺസ്മെൻറ്റ്, സെക്കൻഡ് മെത്തേഡ് ഇസ് പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി, third method is public key authority, and the fourth method is public key certificates. Moving on to the first method, that is public announcement. Public announcement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സിൻ്റെയും പബ്ലിക് കീസിനെ പബ്ലിക്കലി അവൈലബിൾ ആക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് പബ്ലിക് അനൗൺസ്മെൻറ്റ് എന്ന് പറയുക. അതായത് യൂസേഴ്സ് അവരുടെ പബ്ലിക് കീസിനെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പബ്ലിക് കീസ് ബാക്കി ഉള്ള എല്ലാ യൂസേഴ്സിനും പബ്ലിക്കലി അവൈലബിൾ ആവും. അതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ചാൻസ് ഓഫ് ഫോർജറി. ഫോർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണെന്നുള്ള വ്യാജേന വേറൊരു യൂസർ ചിലപ്പോൾ അവരുടെ പബ്ലിക് കീ പബ്ലിഷ് ചെയ്തു എന്ന് വരാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡ്രോബാക്ക് ഓഫ് ദി മെത്തേഡ് കോൾഡ് പബ്ലിക് അനൗൺസ്മെൻറ്റ്. That is, anyone can create a key claiming to be someone else and broadcast it. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡ്രോബാക്ക് കാരണം കൊണ്ട് വന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ഒരു മെത്തേഡാണ് പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി. പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻ ആണ്. Publicly available directory, as the name suggests, it is a directory that is publicly available, and the directory will be having the following contents. അതായത് ആ ഡയറക്ടറിയിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും, സച്ച് ആസ് നെയിം, പബ്ലിക് കീ, പാർട്ടിസിപ്പൻസിൻ്റെ രജിസ്റ്റർ. പിന്നെ പാർട്ടിസിപ്പൻസിനെ ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ പബ്ലിക് കീനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഡയറക്ടറിയിൽ സാധിക്കും. സപ്പോസ് അവരുടെ പ്രൈവറ്റ് കീ ഡിസ്ക്ലോസ്ഡ് ആയി എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ എനി ടൈം റീപ്ലേസ് ദെയർ പബ്ലിക് കീ. ആൻഡ് അനദർ പ്രോപ്പർട്ടീസ് ദാറ്റ് ദ ഡയറക്ടറി ക്യാൻ ബി ആക്സസ്ഡ് ഇലക്ട്രോണിക്കലി. അപ്പോൾ ഇത്രയും 4 പ്രോപ്പർട്ടീസാണ് ഒരു പബ്ലിക് കീ ഡയറക്ടറിക്ക് ഉള്ളത്. കമ്പയർഡ് ടു പബ്ലിക് അനൗൺസ്മെൻറ്റ് മെത്തേഡ്, പബ്ലിക് കീ ഡയറക്ടറി മെത്തേഡ്, പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി മെത്തേഡ്, ഇറ്റ് ഈസ് ഫാർ മോർ സെക്യൂർ. കാരണം അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആയിരിക്കും ആ ഒരു ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മോർ സെക്യൂർ മെത്തേഡ് ദാൻ ദി പബ്ലിക് അനൗൺസ്മെൻറ്റ് മെത്തേഡ്. എന്നാൽ പോലും അതിനും വൾണറബിലിറ്റീസ് ഉണ്ട്. അതായത് ഒരു പബ്ലിക് അവൈലബിൾ ഡയറക്ടറി പോലും ഫോർജറി ആസ് വെൽ ആസ് ടാമ്പറിങ്ങിന് വിധേയമാവാം. ദാറ്റ് ഈസ് ദി സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി. നെക്സ്റ്റ് മെത്തേഡാണ് പബ്ലിക് കീ അതോറിറ്റി. പബ്ലിക് കീ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി, ആ ഓത്തറൈസ്ഡ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിക്ക് യൂസേഴ്സിൻ്റെ എല്ലാ പബ്ലിക് കീസും അറിയുന്നുണ്ടായിരിക്കും. അതായത് എല്ലാ യൂസേഴ്സിൻ്റെ പബ്ലിക് കീയും ഒരു പെർട്ടിക്കുലർ അതോറിറ്റിയുടെ കയ്യിൽ സേഫായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ദർ ഇസ് എ നീഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ടേക്ക് പ്ലേസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു യൂസർ ചെയ്യേണ്ടത് ആ പബ്ലിക് കീ അതോറിറ്റീനെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഹി ക്യാൻ ഗെറ്റ് ദി പബ്ലിക് കീ ഓഫ് ദി കറസ്പോണ്ടൻറ്റ് യൂസർ വിത്ത് വിച്ച് ഹി വിഷസ് ടു കമ്മ്യൂണിക്കേറ്റ്. So that is what is being written. That is, it improves the security by tightening control over the distribution of keys from the directory and requires the users to know public key of the directory. അതിനുശേഷം users will interact with the directory to obtain any desired public key securely.
അതിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സിനേറിയോ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് communicating correspondence ഉണ്ട്. First one is initiator A and the second one is responder B. Initiator A want to have a communication with the responder B. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇനീഷ്യേറ്റർ എ ഒരു റിക്വസ്റ്റ് പബ്ലിക് കീ അതോറിറ്റിയിലേക്ക് കൊടുക്കും. ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് 1 2 3 4 5 6 7 സ്റ്റെപ്സാണ് നമുക്കിവിടെ ഉള്ളത്. 7 സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യേറ്റർ ഒരു റിക്വസ്റ്റ് വിത്ത് എ ടൈം സ്റ്റാമ്പ് ഇസ് ബീങ് ഗിവൺ ടു ദി പബ്ലിക് കീ അതോറിറ്റി. ഇവർ റിക്വസ്റ്റ് ചെയ്യുന്നത് റെസ്പോണ്ടർ ബീൻ്റെ പബ്ലിക് കീ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതിന് റെസ്പോൺസായിട്ട് സ്റ്റെപ്പ് നമ്പർ 2 ആണ് നമുക്ക് വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 കൺസിസ്റ്റ് ഓഫ് എൻ എൻക്രിപ്റ്റഡ് വേർഷൻ ഓഫ് ദി മെസ്സേജ് ദാറ്റ് ഈസ് ബീങ് സെൻഡ് ബൈ ദി ഇനീഷ്യേറ്റർ എ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ദാറ്റ് ഈസ് ബീങ് സെൻഡ് ബൈ ദി ഇനീഷ്യേറ്റർ എ, അതിൻ്റെ കൂടെ ഇവർ റിക്വസ്റ്റ് ചെയ്ത പബ്ലിക് കീ ഓഫ് ബി PUBയും കൂടി അപ്പൻഡ് ചെയ്തിട്ട് ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ് ബൈ യൂസിങ് ദി പ്രൈവറ്റ് കീ ഓഫ് ദി പബ്ലിക് കീ അതോറിറ്റി. ഇത്രയും കാര്യങ്ങൾ വെച്ച് പ്രൈവറ്റ് കീ ഓഫ് അതോറിറ്റി വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ഇനീഷ്യേറ്റർ എക്ക് കിട്ടും. അപ്പോൾ ഇനീഷ്യേറ്ററിൻ്റെ ഫസ്റ്റ് എയിം അവിടെ ഫുൾഫിൽഡ് ആയി. അതായത് ഹീ നീഡ്സ് ദി പബ്ലിക് കീ ഓഫ് ബി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി റെസ്പോണ്ടർ ബി. നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് തേർഡ് സ്റ്റെപ്പിൽ ഇവിടെ നടക്കുന്നത് ഇവിടുന്ന് പബ്ലിക് കീ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പബ്ലിക് കീ ഓഫ് ബി വെച്ചിട്ട് ഇനീഷ്യേറ്റർ വിൽ സെൻഡ് എ മെസ്സേജ് ടു ദ റെസ്പോണ്ടർ ബി that includes identifier of A as well as a nonce, that is N1. നോൺസിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇറ്റ് മൈറ്റ് ബി യൂഷ്വലി എ റാൻഡം നമ്പർ ടു യുണീക്ക്ലി ഐഡൻറ്റിഫൈ എ പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോൺസ് വെച്ചിട്ട് ഒരു മെസ്സേജ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ടർക്കും അതേപോലെ തന്നെ ഇനീഷ്യേറ്റർക്കും അതേ മെസ്സേജ് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ഇറ്റ് ഈസ് എൻ ഓതൻറ്റിക്കേറ്റഡ് വൺ. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇനീഷ്യേറ്റർ സെൻഡിങ് ടു ദ റെസ്പോണ്ടർ. ദാറ്റ് ഈസ് ഇനീഷ്യേറ്റർ വിൽ സെൻഡ് ദ പബ്ലിക് കീ ഓഫ് ബി, ഐഡൻറ്റിഫയർ എ, അതായത് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നാന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഐഡൻറ്റിഫയർ ഓഫ് എ ആസ് വെൽ ആസ് എ നോൺസ് മെസ്സേജ്. ഇനി ഇവർക്ക് തിരിച്ച് റെസ്പോണ്ടർക്ക് ഇനീഷ്യേറ്റർ ആയിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഓൾസോ നീഡ് ദി പബ്ലിക് കീ ഓഫ് ഇനീഷ്യേറ്റർ എ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 and 2 is being repeated in step number 3 and step number 4 and step number 5. സ്റ്റെപ്പ് നമ്പർ 4ൽ സ്റ്റെപ്പ് നമ്പർ 1 പോലെ തന്നെ ഒരു റിക്വസ്റ്റ് വിത്ത് എ ടൈം സ്റ്റാമ്പ് 2 ഇസ് ബീങ് സെൻഡ് ടു ദി പബ്ലിക് കീ അതോറിറ്റി. ഇവരിങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കീ ഓഫ് എ കിട്ടാനായിട്ടാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ റിക്വസ്റ്റ് സെൻഡ് ചെയ്തത് പബ്ലിക് കീ ഓഫ് ബി കിട്ടാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഫോർത്ത് സ്റ്റെപ്പിൽ ഇവർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് പബ്ലിക് കീ ഓഫ് എ കിട്ടാനായിട്ടാണ്. അപ്പോൾ പബ്ലിക് കീ അതോറിറ്റി നാച്ചുറലി ദേ വിൽ റെസ്പോണ്ട് in the same way as they responded to the initiator. That is, they will send an encrypted message using private key of authority and they will give back the requested public key of A along with the request and the timestamp too. That was originally sent in step number 4. അപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് പബ്ലിക് കീ ഓഫ് എയുടെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്പിൽ അവർ കൊടുത്തിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യുമ്പോൾ, അതായത് റിക്വസ്റ്റും ടൈം സ്റ്റാമ്പ് 2ഉം കൂടി സ്റ്റെപ്പ് 5ൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ റെസ്പോണ്ടർക്ക് മനസ്സിലാവും ദിസ് പെർട്ടിക്കുലർ മെസ്സേജ് ഫ്രം പബ്ലിക് കീ അതോറിറ്റി അറ്റ് സ്റ്റെപ്പ് നമ്പർ 5 ഇറ്റ് ഈസ് ദി റെസ്പോൺസ് ഓഫ് ദി മെസ്സേജ് ദാറ്റ് വാസ് സെൻഡ് ബൈ റെസ്പോണ്ടർ ബി ഇൻ സ്റ്റെപ്പ് നമ്പർ 4. അപ്പോൾ അതൊരു ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ് അവിടെ അയക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4ഉം 5ഉം കൂടി കഴിഞ്ഞപ്പോൾ പബ്ലിക് കീ ഓഫ് എ ഈസ് അവൈലബിൾ ടു the responder B as well as public key of B is available to the initiator A. ഇനി 6th സ്റ്റെപ്പും 7th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഓതൻറ്റിക്കേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതായത് 6th സ്റ്റെപ്പിൽ റെസ്പോണ്ടർ, ദാറ്റ് ഈസ് റെസ്പോണ്ടർ ബി സെൻഡിങ് ദി എൻക്രിപ്റ്റഡ് മെസ്സേജ് യൂസിങ് ദ പബ്ലിക് കീ ഓഫ് എ. ഈ പബ്ലിക് കീ ഓഫ് എ എന്ന് പറഞ്ഞത് കിട്ടിയത് പബ്ലിക് കീ അതോറിറ്റിയുടെ കയ്യിൽ നിന്നാണ്. പബ്ലിക് കീ ഓഫ് എ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത 2 നോൺസുകളുടെ ഒരു മെസ്സേജ് ഇറ്റ് ഈസ് ബീങ് സെൻഡ് ടു ദി ഇനീഷ്യേറ്റർ A so that nonce 1 and nonce 2 are being clubbed together
and it's encrypted using the public key of A and sent to the initiator A. ഇനീഷ്യേറ്റർക്ക് ഈ മെസ്സേജ് കിട്ടുന്നു. ഇനീഷ്യേറ്റർ തിരിച്ച് റെസ്പോണ്ടർക്ക് ഇവരുടെ കയ്യിലുള്ള പബ്ലിക് കീ ഓഫ് ബി വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ഇസ് ബീങ് സെൻഡ് ടു ദി റെസ്പോണ്ടർ ബി. ആൻഡ് ദാറ്റ് വിൽ കണ്ടെയ്ൻ ഓൺലി ദി ന്യൂ നോൺസ്. അതായത് നോൺസ് 1 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് സെൻഡ് ഹിയർ. ഇവിടെ ഒരു നോൺസ് 1 ആയിരുന്നു നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 സെൻഡ് ചെയ്തിരുന്നത്. ഇവിടെയാണ് സ്റ്റെപ്പ് നമ്പർ 6 നോൺസ് 2 വരുന്നത്. അപ്പം നോൺസ് 2 ഒരു പബ്ലിക് കീ ഓഫ് ബി വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് 7th സ്റ്റെപ്പായിട്ട് ദാറ്റ് ഇസ് സെൻഡ് ബൈ ദ ഇനീഷ്യേറ്റർ ടു ദി റെസ്പോണ്ടർ. അപ്പോൾ ഇത്രയും 7 സ്റ്റെപ്സ് കഴിയുന്നതോട് കൂടിയിട്ട് പബ്ലിക് കീ ഓഫ് എ ഇസ് അവൈലബിൾ ടു ദി റെസ്പോണ്ടർ ആൻഡ് പബ്ലിക് കീ ഓഫ് ബി ഇസ് അവൈലബിൾ ടു ദി ഇനീഷ്യേറ്റർ സോ ദാറ്റ് ദേ ക്യാൻ വെരി വെൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഇതിലത്തെ സ്റ്റെപ്പ് നമ്പർ 1, 2, 3, 4 ആൻഡ് 5 ഇത്രയും സ്റ്റെപ്സിലാണ് ശരിക്കും പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെലിവർ ചെയ്യുന്ന സ്റ്റെപ്സാണ്. പിന്നെ ടൈം സ്റ്റാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പൈറേഷൻ ഡേറ്റ് ഒരു പബ്ലിക് കീക്ക് ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പബ്ലിക് കീ ഈസ് സ്റ്റോർഡ് ഇൻ ദി പബ്ലിക് കീ അതോറിറ്റി. ടൈം സ്റ്റാമ്പ് വെച്ചിട്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈം സ്റ്റാമ്പിൻ്റെ മുന്നേ തന്നെ എപ്പോഴെങ്കിലും ഒരു ഫോർജറി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് വരുന്ന പബ്ലിക് കീ അതിനെ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള പബ്ലിക് കീ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ടൈം സ്റ്റാമ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വരുന്ന പബ്ലിക് കീ റീസെൻറ്റ് 1 ആണോ അതോ ഓൾഡ് 1 ആണോ എന്നുള്ളത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പക്ഷേ പബ്ലിക് കീ അതോറിറ്റിയിൽ നമുക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോട്ടിൽ നെക്ക് പ്രോബ്ലം പോലെ ചില സമയത്ത് കണ്ടു എന്ന് വരാം. അതായത് പബ്ലിക് കീ അതോറിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു 4th മെത്തേഡാണ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് മെത്തേഡ്. പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് മെത്തേഡിൽ ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. സർട്ടിഫിക്കറ്റ് അതോറിറ്റി വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ടു ദി റിക്വയർഡ് യൂസേഴ്സ് ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഇസ് ബീങ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ യൂസേഴ്സ് ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഇസ് ബീങ് പെർഫോംഡ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ്സ് അലൗ കീ എക്സ്ചേഞ്ച് വിത്തൗട്ട് റിയൽ ടൈം ആക്സസ് ടു ദി പബ്ലിക് കീ അതോറിറ്റി. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പബ്ലിക് കീയുടെ ഐഡൻറ്റിറ്റി മുഴുവൻ included ആയിരിക്കും. and all these contents will be signed by a trusted public key or certificate authority and it can be verified by anyone who knows the public key authority's public key. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് കാണിച്ചിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് അതോറിറ്റി ആണ് ഇവിടെ പബ്ലിക് കീ പ്രൊവൈഡ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയർ യു ഹാവ് ഗോട്ട് 2 entities A as well as B. A will first publish its public key to the certificate authority and certificate authority will give a certificate to A. സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് എൻക്രിപ്റ്റഡ് യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് ദി അതോറിറ്റി അലോങ് വിത്ത് ടൈം സ്റ്റാമ്പ് ഐഡൻറ്റിറ്റി ഓഫ് എ ആസ് വെൽ ആസ് എ പബ്ലിക് കീ ടു ദി. ഈ പബ്ലിക് കീ ഓഫ് എ വരുന്നതുകൊണ്ട് എക്ക് മനസ്സിലാവും ദിസ് ഇസ് ഇൻ കറസ്പോണ്ടൻസ് ഓർ ദിസ് ഇസ് ഇൻ റെസ്പോൺസ് ടു ദി മെസ്സേജ് ദാറ്റ് വാസ് സെൻഡ് ബൈ എ ഇൻ സ്റ്റെപ്പ് നമ്പർ 1. ദാറ്റ് ഇസ് പബ്ലിക് കീ ഓഫ് എ കൊടുത്തതിന് റെസ്പോൺസ് ആയിട്ടാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സെയിം വേ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി പബ്ലിഷ്ഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി പബ്ലിഷ്ഡ് ടു ദി സെക്കൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി ബി. ദാറ്റ് ഈസ് ബീങ് ഷോൺ ഇൻ സ്റ്റെപ്പ് നമ്പർ 1. സി എ ഇസ് ബീങ് ഗിവൺ ഫ്രം എ ടു ബി. സെയിം വേ പബ്ലിക് കീ ഓഫ് ബി ഇസ് ബീങ് ഗിവൺ ബൈ ദി എൻറ്റിറ്റി ബി ടു ദി സർട്ടിഫിക്കറ്റ് അതോറിറ്റി. പി യു ബി ഇസ് ഗിവൺ ടു ദ സർട്ടിഫിക്കറ്റ് അതോറിറ്റി. അതിന് റെസ്പോൺസ് ആയിട്ട് ബിക്ക് സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. സി ബി ഇസ് ഈക്വൽ ടു എൻക്രിപ്റ്റഡ് യൂസിങ് private key of authority along with timestamp to identity of B as well as public key of B and B can publish the certificate to the communicating entity that is A. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് സർട്ടിഫിക്കറ്റിലുള്ള പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സിലുള്ളത്. അപ്പോൾ അഗെയിൻ ഇവിടെ നമുക്ക് ടൈം സ്റ്റാമ്പ് ഉണ്ട്. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഏതെങ്കിലും ഒരു അറ്റാക്കർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ദേ ആർ ട്രൈങ് ടു മാസ്ക്യുറേറ്റ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ
ആൻഡ് അറ്റ് ദ സെയിം ടൈം അനദർ സർട്ടിഫിക്കറ്റ്, അതായത് പുതിയൊരു സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ക്രോസ് ചെക്ക് വിച്ച് വൺ ഇസ് ദി റിയൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിച്ച് വൺ ഇസ് ദി ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ടൈം സ്റ്റാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പെർട്ടിക്കുലർ പബ്ലിക് കീയുടെ എക്സ്പയറേഷൻ ഡേറ്റിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് കീ. Hope you all are clear with the topic. That's all. Thank you.